ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിൻ്റെ ലഞ്ചിന് പറ്റിയ 3 റെസിപ്പികൾ കോർത്തിണക്കിയ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തേത് മട്ടൺ റോസ്റ്റ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ഇതുപോലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിടാം. മിക്സിയിൽ വേഗം അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് കഴുകിയെടുത്തതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 2-3 ചെറിയ അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് മസാലകൾ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. ഓരോ മട്ടൻ്റെ അനുസരിച്ചും കുക്കറിൻ്റെ അനുസരിച്ച് അല്പം വ്യത്യാസം വരും. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ ആദ്യം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായി കുഴഞ്ഞു വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ 3 വിസിൽ വേണ്ടി വന്നു. 3 വിസിൽ കൊണ്ടാണ് വെന്ത് കിട്ടിയത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മസാലകളെല്ലാം മട്ടനിലേക്ക് നന്നായി പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കെടുത്ത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടിയാണ് ഇഷ്ടമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം. അല്ല കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണിത്. ഞാൻ ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി അവസാനമായിട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒരു അല്പം കുരുമുളക് പൊടി കൂടി തൂവി കൊടുത്താൽ നല്ലതാണ്. എനിക്കിത് ഓൾറെഡി നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഈ മട്ടൻ കറി. ഇത് തൃശ്ശൂർ സ്പെഷ്യലായ ഞങ്ങളുടെ അമ്മ പ്രിപ്പയർ ചെയ്ത കൂർക്കയും ബീഫുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ വീട്ടിൽ പുറത്തൊരു അടുപ്പ് കൂട്ടി അവിടെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സവാള 2 മീഡിയം സൈസിലുള്ളത് അത് സ്ലൈസ് ചെയ്തത് അതൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ചെറുതായി ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഞാൻ ഒരു ചെറിയ പീസും വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയും ആണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് പൊടികളൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. ബീഫ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൽ മസാലകൾ എല്ലാം കുറച്ച് കുറച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാനിവിടെ വീഡിയോയിൽ കൊടുത്തിരിക്കാം. ഇനി ബീഫ് കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബീഫ് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് നുറുക്കിയിരിക്കുന്നത്. ബീഫിൻ്റെ കൂടെ വെക്കുമ്പോൾ ഈ രീതിയിലുള്ള കഷ്ണങ്ങളാണ് കുറച്ചുകൂടി നല്ലത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൂർക്ക വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് കൂർക്ക വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. കൂർക്ക ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഉപ്പ് നോക്കി ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കൂർക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയ വളരെ ടേസ്റ്റിയായ കറിയാണിത്.
വളരെ ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റാണ് അടുത്ത റെസിപ്പി. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരു വലിയ സവാളയാണ്, അതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി ഒരു 5-6 അല്ലിയുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 പച്ചമുളക്. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, അത് സ്ലൈസ് ആക്കി എടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി വഴറ്റി ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനു മുന്നേ ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വെന്തുടഞ്ഞു പോകണമെന്നില്ല. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇത് 1 കിലോ ചിക്കനാണ്, വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്. ചെറിയ പീസസ് ആണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇനി അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കനിൽ നിന്നുള്ള വെള്ളം മതിയാകും ഇത് വേവാനായിട്ട്. ഇപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു വെച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. അതിനുശേഷം മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 6 മീഡിയം സൈസ് സവാളയാണ്, അത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വേഗം വഴന്ന് കിട്ടുന്നതിനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഒരു ബൾബ് വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചതച്ചതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ചിക്കൻ മസാലയാണ്, അത് ഒരു 1/2 ടീസ്പൂൺ. ഇനി നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് തുറന്ന് വെച്ച് അത് നന്നായി ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. കറിവേപ്പില അല്പം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.